എല്ലാ പഠിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദേവീ മഹാത്മ്യം മധ്യമചരിതം 1-ാം അധ്യായം ക്രമത്തിൽ വരുമ്പോൾ 2-ാം അധ്യായവും ആ മധ്യമചരിതത്തിലെ കഥയുടെ സാരാംശം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറേ ആൾക്കാർ അതിൻ്റെ കഥകൾ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. ശ്ലോകം ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് കഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സാരാംശം ഒന്ന് അവതരിപ്പിക്കാം എന്ന് ഞാൻ കരുതി. ഇവിടെ ദേവീ മഹാത്മ്യത്തിലെ പ്രഥമചരിതത്തിലെ 78-ാം ശ്ലോകത്തിൽ കൂടി സുമേധസ് ഋഷി സുരത സമാധിമാരോട് ഒരു കാര്യം പറഞ്ഞു. ഈ ദേവിയുടെ പ്രഭാവത്തെക്കുറിച്ച് ഞാൻ ഇനിയും പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ പ്രഥമചരിതം നിർത്തിയത്. പ്രഭാവമസ്യാ ദേവ്യാസ്തു ഭൂയശൃണു വദാമിതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കഥ നിർത്തിയിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് മധ്യമചരിതത്തിലെ 1-ാം അധ്യായം അഥവാ 2-ാം അധ്യായം ആരംഭിക്കുന്നത്. ഇവിടെ മധ്യമചരിതം 1-ാം അധ്യായം തുടങ്ങുന്നത് ഋഷിരുവാച എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരാണ് ആ ഋഷി? സുമേധസ് എന്ന ഋഷിയെയാണ് അവിടെ ഋഷിരുവാച എന്ന് പറഞ്ഞിരിക്കുന്നത്. സുമേധസ് ഋഷി സുരതൻ എന്ന രാജാവിനും സമാധി എന്ന വൈശ്യനും ദേവിയുടെ മാഹാത്മ്യ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് മാർക്കണ്ഡേയ മഹർഷി ജൈമിനി മഹർഷിയോട് പറയുന്നതായിട്ടാണ് ഇവിടെ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ദേവീ മഹാത്മ്യം പറയുന്ന ഋഷി സുമേധസ് എന്ന ആളാണ്. സുരതനും സമാധിയുമാണ് അവിടുത്തെ ശ്രോതാക്കൾ. ഇവിടെ 1-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ 100 വർഷം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു യുദ്ധം നടന്നു. അത് ഏത് കാലത്ത്? ഈ മഹിഷൻ അസുരന്മാരുടെ അധിപതിയായിരുന്ന കാലത്തായിരുന്നു. അപ്പം അന്ന് പുരന്ദൻ എന്ന ആളായിരുന്നു ദേവന്മാരുടെ അധിപതി. ഇപ്പോഴത്തെ ദേവേന്ദ്രൻ്റെ പേരാണ് പുരന്ദൻ. അപ്പം ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥാനമാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ് ഇവിടെ. അപ്പോൾ ഈ മന്വന്തരത്തിൽ ആദ്യകാലത്ത് നടന്ന ഒരു കഥയായിരിക്കാം ഈ ദേവാസുര യുദ്ധം. ഇന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരുമായിട്ടുള്ള മഹിഷാസുര യുദ്ധം ഈ മന്വന്തരത്തിൻ്റെ ആദ്യകാലത്ത് നടന്ന ഒരു സംഭവമാണ് എന്ന് നമുക്ക് കണക്കിലെടുക്കാം. ആ സമയത്ത് മഹാവീരന്മാരായിട്ടുള്ള അസുരന്മാരാൽ ദേവസൈന്യം പരാജിതമാക്കപ്പെട്ടു. അങ്ങനെ സകല ദേവന്മാരെയും ജയിച്ച ആ മഹിഷാസുരൻ സ്വയം ഇന്ദ്രനായി ഭവിച്ചു. അതാണ് ഈ ചരിതത്തിലെ 2-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നത്. അപ്പം അവിടെ പറയുന്നുണ്ട് ഇന്ദ്രോഭൂൻ മഹിഷാസുര എന്ന് പറയുന്നുണ്ട്. മഹിഷാസുരൻ ഇന്ദ്രനായിത്തീർന്നു. ഇവിടെ ഇന്ദ്രൻ എന്നത് ഒരു പദവിയാണ്.
നമ്മളിവിടെ പറയുന്നത് പോലെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്ഥാനമാണ് ഇന്ദ്രൻ. അപ്പം 100 അശ്വമേധ യാഗം ചെയ്യുമ്പോൾ എത്തിപ്പെടാവുന്ന ഒരു സ്ഥാനമാണ് ഈ ഇന്ദ്രപദവി. ആ ഇന്ദ്രസ്ഥാനം എന്നാൽ ഒരു മന്വന്തര കാലമാണ്. അപ്പോൾ ആ ഒരു മന്വന്തര കാലം എന്നാൽ 71 ചതുർയുഗങ്ങൾ ആണെന്ന് നമ്മൾ നാരായണീയത്തിൽ കൂടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മന്വന്തര കാലത്ത് ആണ് ഈ സ്ഥാനം നിലനിൽക്കുന്നത്. അങ്ങനെ ആ പുരന്ദരനെ ആ സ്ഥാനത്ത് നിന്നും നീക്കി സ്വയം മഹിഷാസുരൻ ഇന്ദ്രനായിത്തീർന്നു. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, ഈ മഹിഷാസുരൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വരം മേടിച്ചിരുന്നു. ബ്രഹ്മദേവൻ ഈ മഹിഷാസുരൻ്റെ തപസ്സിൽ സന്തോഷവാനായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മഹിഷാസുരനോട് എന്തു വരം വേണമെന്ന് ചോദിച്ചപ്പോൾ മഹിഷാസുരൻ പറഞ്ഞത്, എനിക്ക് മരണമുണ്ടാവരുതേ എന്നാണ്. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, അതെനിക്ക് തരുവാൻ സാധിക്കില്ല. എനിക്കും മരണമുള്ള ആളാണ്. എനിക്കും കാലത്തിന് പരിധിയുണ്ട്. എൻ്റെ ആയുസ്സും 100 വർഷക്കാലമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബ്രഹ്മപ്രളയം എന്ന പ്രളയം വരുമ്പോൾ ബ്രഹ്മദേവനും ഇല്ലാതാകും. പിന്നീട് അടുത്ത സൃഷ്ടി ആരംഭിക്കുമ്പോഴാണ് വേറെ ബ്രഹ്മദേവൻ ആവിർഭവിക്കുക. ഇങ്ങനെ ബ്രഹ്മദേവൻ മാറി മാറി വരുമെന്ന് സാരം. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, എനിക്ക് മരണമില്ലാത്ത വരം തരാൻ സാധ്യമല്ല, വേറെന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു. മഹിഷാസുരൻ വളരെ ശക്തനാണ്. അപ്പോൾ മഹിഷാസുരൻ ചിന്തിച്ചു, സ്ത്രീകൾ അബലകളാണല്ലോ, പൊതുവെ സ്ത്രീകൾക്ക് തന്നെ ജയിക്കുവാനോ വധിക്കുവാനോ സാധിക്കുകയില്ല. അപ്പം ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മദേവനോട് ചോദിച്ചത്, എനിക്ക് മരണമുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ കൈകൊണ്ട് ആയിക്കോട്ടെ. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് തന്നെ കൊല്ലാൻ സാധിക്കുകയില്ല എന്ന അഹങ്കാരം നല്ലവണ്ണം ഉണ്ടായിരുന്നു മഹിഷാസുരന്. ബ്രഹ്മദേവൻ ഉടനെ തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അവിടെ നിന്നും മറഞ്ഞു പോകുകയും ചെയ്തു. അങ്ങനെ ആ വരം കൊണ്ട് മഹിഷാസുരൻ അഹങ്കാരിയായിത്തീർന്നു. ലോകത്തിലുള്ള ഒരു പുരുഷന്മാർക്കും തന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെയാണ് സ്വർഗലോകം ആക്രമിക്കുന്നതും ഇന്ദ്രാദികളെ അടിച്ചോടിക്കുന്നതും അങ്ങനെ സ്വയം ഇന്ദ്രപദവി മഹിഷാസുരൻ ഏറ്റെടുക്കുന്നതും. അങ്ങനെ ദേവന്മാരെല്ലാം പരാജിതരായിട്ട് അവരെല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെ അടുത്തേക്കും ബ്രഹ്മദേവൻ്റെ അടുത്തേക്കും പോയി ശരണം പ്രാപിച്ചു. ഈ മഹിഷാസുരൻ്റെ ചേഷ്ടകളെക്കുറിച്ച് എല്ലാം ദേവന്മാർ അവരോട് ആവലാദികൾ പറഞ്ഞു. തങ്ങളുടെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾ അനാഥരായി അലഞ്ഞു നടക്കുകയാണ്. അതുപോലെ സൂര്യൻ്റെയും അനിലിൻ്റെയും ഇന്ദുവിൻ്റെയും യമൻ്റെയും വരുണൻ്റെയും അഷ്ടദിക്പാലകന്മാരുടെയും പദവിയും ഈ മഹിഷാസുരന്മാർ പിടിച്ചെടുത്തു. അവർ ഏകാധിപതിയായി വാഴുകയാണ്. ഞങ്ങളിപ്പോൾ മനുഷ്യന്മാരെ പോലെ ഭൂമിയിൽ ആ പ്രച്ഛന്ന വേഷത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പം മഹിഷാസുരൻ ചെയ്ത ചേഷ്ടകളെക്കുറിച്ച് ദേവന്മാർ വിഷ്ണുവിനോടും മഹേശ്വരനോടും പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ ഇനിയും എത്രയും വേഗത്തിൽ മഹിഷാസുരനെ വധിക്കുവാനുള്ള ഉപായം ചിന്തിക്കുക എന്ന് ദേവന്മാർ വിഷ്ണുവിനോടും മഹേശ്വരനോടും ആവശ്യപ്പെട്ടു. അങ്ങനെ ദേവന്മാരുടെ വാക്കുകൾ കേട്ടതായ മധുസൂദനൻ മധുവിനെ കൊന്ന ആ വിഷ്ണു ഭഗവാൻ ചിന്തിച്ചപ്പോൾ ഭഗവാന് മനസ്സിലായി, മഹിഷാസുരന് വരം കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മാത്രമേ മരണം
ഉണ്ടാകാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഭഗവാന് മനസ്സിലായി. അങ്ങനെ ഈ അമർഷം ഇവരുടെ ഉള്ളിൽ അതൊരു കോപമായിട്ട് മാറി. അങ്ങനെ മധുസൂദനും ശംഭുവും അവരുടെ കോപം കൊണ്ട് അവരുടെ ആ പുരികക്കൊടികളിൽ വളഞ്ഞ ക്രോധഭാവം പൂണ്ടിട്ട് ആ ചക്രായുധനായ വിഷ്ണുവിൻ്റെ മുഖത്തു നിന്ന് മഹത്തായ ഒരു തേജസ് പുറത്തേക്ക് വന്നു. അതുപോലെ ബ്രഹ്മാവിൻ്റെയും മഹേശ്വരൻ്റെയും മുഖത്തു നിന്ന് തേജസ് പുറത്തേക്ക് വന്നു. അതുപോലെ ഇന്ദ്രാദിദേവന്മാരുടെ ശരീരത്തിൽ നിന്നും മഹത്തായ തേജസ് പുറത്തേക്ക് വന്നു. അങ്ങനെ എല്ലാ തേജസ്സുകളും കൂടി ഒന്നായി ചേർന്നുകൊണ്ട് ഒരു അഗ്നിപർവ്വതം ജ്വലിക്കുന്നത് പോലെ ജ്വലിച്ചു നിന്നു ആ തേജസ്. അങ്ങനെ ദേവന്മാരെല്ലാം കണ്ടു ആ തേജസ് എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതായിട്ട്. അങ്ങനെ സർവ ദേവന്മാരിൽ നിന്നും ആവിർഭവിച്ച ആ തേജസ് ആ 3 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു നാരിയായി ആവിർഭവിച്ചു. അപ്പം ആ നാരിയുടെ പ്രകാശം 3 ലോകങ്ങളും വ്യാപിച്ചു. ഇനി ഓരോരുത്തരും അവരുടെ തേജസ് ഈ നാരിയുടെ ഓരോ അവയവങ്ങളായി തീരുകയാണ്. അതാണ് ശംഭുവിൻ്റെ തേജസ് ദേവിയുടെ മുഖമായി തീർന്നു. യമൻ്റെ തേജസ് ദേവിയുടെ കേശമായി ഭവിച്ചു. വിഷ്ണുവിൻ്റെ തേജസ് ദേവിയുടെ കൈകളായി ഭവിച്ചു. സോമൻ്റെ തേജസ് ദേവിയുടെ 2 സ്തനങ്ങളായി ഭവിച്ചു. ഇന്ദ്രൻ്റെ തേജസ് ദേവിയുടെ മധ്യഭാഗത്തുള്ള ഉദരപ്രദേശമായി ഭവിച്ചു. വരുണൻ്റെ തേജസ് ദേവിയുടെ കാലായി തീർന്നു. അതുപോലെ തുടയും കണങ്കാലുകളുമായി തീർന്നു. ഭൂമിയുടെ തേജസ് അരക്കെട്ടായി ഭവിച്ചു. ബ്രഹ്മദേവൻ്റെ തേജസ് ദേവിയുടെ പാദങ്ങളായി ഭവിച്ചു. സൂര്യൻ്റെ തേജസ് ദേവിയുടെ വിരലുകളായി ഭവിച്ചു. അഷ്ടവസുക്കളുടെ തേജസ് ദേവിയുടെ കൈകളിലെ വിരലുകളായി ഭവിച്ചു. കുബേരൻ്റെ തേജസ് ദേവിയുടെ മൂക്കായി ഭവിച്ചു. പ്രജാപതിയുടെ തേജസ് ദേവിയുടെ പല്ലുകളായി ഭവിച്ചു. അഗ്നിയുടെ തേജസ് ദേവിയുടെ കണ്ണുകളായി ഭവിച്ചു. സന്ധ്യകളുടെ തേജസ് ദേവിയുടെ പുരികങ്ങളായി ഭവിച്ചു. വായുവിൻ്റെ തേജസ് ദേവിയുടെ ശ്രവണേന്ദ്രിയങ്ങളായി ഭവിച്ചു. അങ്ങനെ എല്ലാവരുടെയും തേജസ്സുകൾ ഒത്തുചേർന്ന് ദേവി ഒരു ഗംഭീര സൗന്ദര്യവതിയായിത്തീർന്നു. അപ്പം എല്ലാ ദേവന്മാരുടെയും ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദേവി പ്രകാശിച്ചു. അങ്ങനെ ദേവിയെ കണ്ട് ദേവന്മാരെല്ലാം സന്തോഷിച്ചു. മഹിഷനാൽ പീഡിതനായ ദേവന്മാർക്ക് ആ ദേവിയുടെ ആവിർഭാവം കൊണ്ട് ദേവന്മാർ രക്ഷപ്പെടുമെന്നുള്ള ആ സന്തോഷാധിക്യം കൊണ്ട് അവർ ദേവിയെ കണ്ട് സ്തുതിക്കുന്നുണ്ട്. ഇങ്ങനെ അവർ വേണ്ട ആയുധങ്ങളൊക്കെ ദേവിക്ക് നൽകുന്നുണ്ട്. മഹാദേവൻ തൻ്റെ ശൂലത്തിൽ നിന്നും മറ്റൊരു ശൂലത്തെ ഉണ്ടാക്കി ആ ശൂലത്തെ ദേവിക്ക് നൽകി. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ചക്രത്തിൽ നിന്നും മറ്റൊരു ചക്രം ഉണ്ടാക്കി അതിനെ ദേവിക്ക് നൽകി. അതുപോലെ വരുണൻ ശംഖുകൾ കൊടുത്തു. അഗ്നിദേവൻ വേൽ കൊടുത്തു. മാരുതൻ വില്ലും അമ്പും കൊടുത്തു. ഇന്ദ്രദേവൻ വജ്രായുധം കൊടുത്തു. അതുപോലെ ഐരാവതമാകുന്ന ആനയുടെ കഴുത്തിൽ നിന്നും മണിമാലയെ ദേവിക്ക് കൊടുത്തു. യമൻ തൻ്റെ കാലദണ്ഡത്തിൽ നിന്നും വേറൊരു കാലദണ്ഡമുണ്ടാക്കി അത് ദേവിക്ക് കൊടുത്തു. വരുണൻ തൻ്റെ കയ്യിലുള്ള ആ പാശത്തിൽ നിന്നും വേറൊരു പാശത്തെ ഉണ്ടാക്കി അത് ദേവിക്ക് നൽകി. ബ്രഹ്മദേവൻ അക്ഷമാലയും കമണ്ഡലവും ദേവിക്ക് കൊടുത്തു. സൂര്യൻ ദേവിയുടെ ഓരോ രോമകൂപങ്ങളിലും പ്രകാശിച്ചു. കാലൻ ദേവിക്ക് വാളിനെ കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരും ആയുധങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ദേവിക്ക് വേണ്ടതെല്ലാം കൊടുത്തു. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ദേവിക്ക്
അവർ കൊടുത്തിട്ടാണല്ലോ ദേവിക്ക് ശക്തി വന്നതെന്ന്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദേവി ഈ ആയുധങ്ങളെല്ലാം നേരത്തെ ഇവർക്ക് കൊടുത്തതാണ്. അപ്പോൾ അങ്ങോട്ട് കൊടുത്തതിന് ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ദേവിക്ക് ശക്തി ലഭിക്കുവാൻ വേണ്ടി ഓരോരുത്തരും തിരിച്ച് കൊടുക്കുന്നതാണ് എന്ന് നമ്മൾ കരുതണം. അല്ലാതെ ദേവിക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ ശക്തി അവർക്കെല്ലാം കൊടുത്ത ശക്തി ദേവി തന്നെയാണ്. ആ ദേവിയുടെ ശക്തി തന്നെയാണ് അവരിൽ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലെ സൂക്ഷ്മമായ വശം അതാണ്. അപ്പം ദേവി എവിടെ നിന്നോ ഉണ്ടായി വന്നതല്ല. എല്ലാവരും ദാനം കൊടുത്തു എന്ന് പറയുമ്പോൾ ദേവി അവരുടെ സഹായം കൊണ്ട് നിലനിന്നതാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ദേവി മുമ്പേ അവർക്ക് കൊടുത്തു വെച്ചതെല്ലാം ഇവർ തിരിച്ചേൽപ്പിക്കുകയാണ്. സർവ്വദേവന്മാരുടെയും ശക്തി അതെല്ലാം ദേവി അവർക്ക് ദാനം ചെയ്തതാണ്. അപ്പോൾ ഒരവസരം വന്നപ്പോൾ അവർ തിരിച്ച് അത് നൽകുന്നു എന്ന് മാത്രം നാം ചിന്തിക്കുക. അപ്പം എന്നുവെച്ചാൽ ദേവിയാണ് ഇവരുടെ മുകളിലുള്ള അധീശ്വരൻ, മഹാരാജ്ഞി, എല്ലാവരെയും ഭരിക്കുന്നവൾ. ദേവിയുടെ നിയന്ത്രണത്തിലാണ് ഇവരെല്ലാം എന്നുള്ള തത്വമാണ് ഇവിടെ വെളിവാക്കുന്നത്. അങ്ങനെ എല്ലാവരും അവരവരുടെ ശക്തികളെ, വിഭൂതികളെ ദേവിക്ക് സമർപ്പിച്ചു. അങ്ങനെ ദേവി എല്ലാം കൊണ്ടും സന്നദ്ധയായി കൊണ്ട്, ദേവി അട്ടഹാസം പൊഴിച്ചുകൊണ്ട്, ദേവിയുടെ ആ അട്ടഹാസം എല്ലായിടത്തും മാറ്റൊലിക്കൊണ്ടു. ലോകങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി, സമുദ്രത്തിൽ വേലിയേറ്റം കമ്പനവും ഉണ്ടായി തുടങ്ങി, ഭൂമി ചലിക്കാൻ തുടങ്ങി, പർവ്വതങ്ങൾ ഇളകിത്തുടങ്ങി. അങ്ങനെ ദേവന്മാരും മുനിമാരും ദേവിയെ സ്തുതിക്കുകയാണ്. അതുപോലെ സിംഹത്തെ കൊടുത്തത് പാർവതീദേവിയുടെ അച്ഛനായ ഹിമവാനാണ്. അപ്പം ദേവിയുടെ എല്ലാ ആയുധങ്ങളോടും കൂടി ദേവിക്ക് ആയിരക്കണക്കിന് കൈകളും സിംഹവാഹിനിയുമായിട്ടാണ് ദേവി അവതരിച്ചത്. എന്നാൽ മൂർത്തി രഹസ്യത്തിൽ പറയുന്നുണ്ട് 18 കൈകളെ ഭാവന ചെയ്ത് പൂജിച്ചാൽ മതിയെന്ന്. അപ്പം ആയിരക്കണക്കിന് കൈകളുള്ള ദേവിയെ പൂജിക്കാൻ പ്രയാസമാണെങ്കിൽ 18 കൈകളുള്ള ദേവിയെ പൂജിക്കാമെന്ന് മൂർത്തി രഹസ്യത്തിൽ പറയുന്നു. ആ 18 കൈകളോടുകൂടി മഹിഷാസുരമർദ്ദിനിയെ പൂജിക്കേണ്ടതാണെന്ന് മൂർത്തി രഹസ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ദേവി അസുര സൈന്യത്തോട് യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. അപ്പം ദേവിയെ കണ്ടിട്ട് മഹിഷാസുരനും അതിശയം തോന്നുന്നുണ്ട്. മഹിഷാസുരൻ മറ്റുള്ള അസുരന്മാരോട് കൂടി ദേവിയോട് യുദ്ധത്തിനായി പാഞ്ഞു വരുന്നുണ്ട്. ആ മഹിഷാസുരൻ ദേവിയെ കണ്ടു, ദേവിയുടെ കാന്തിയെ കണ്ടാകർഷിച്ചു. ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ സൗന്ദര്യ തേജസ്, ദേവിയുടെ ആ കാൽപാദങ്ങൾ വയ്ക്കുന്ന ഭൂമി അവിടെ താഴ്ന്നു താഴ്ന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് ദേവിയുടെ ഭാരം ഭൂമിക്ക് താങ്ങാൻ വയ്യാതെ ഭൂമി അവിടെ കുഴിഞ്ഞു കുഴിഞ്ഞു പോകുന്നു താഴോട്ട് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള ആ ഭൂമി ദേവിയും ദേവിയെ നമസ്കരിക്കുന്നു. അപ്പം ദേവിയുടെ കിരീടം ആകാശത്തെ കീറി മുറിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ദേവിയുടെ വില്ലിൻ്റെ ഞാണലി കൊണ്ട് പാതാളം വരെ നടുങ്ങുന്നുണ്ട്. അങ്ങനെ 1000കണക്കിന് കൈകളാൽ ദേവി വ്യാപിച്ചു നിൽക്കുന്നു. അപ്പം യുദ്ധം അസുരന്മാരുമായിട്ട് യുദ്ധത്തിന് തയ്യാറായി ദേവി അവരുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാകുകയാണ്. അപ്പം ദേവിയുടെ ആയുധങ്ങളെ കൊണ്ട് തീ കത്തുന്നത് പോലെയാണ് ജ്വലിക്കുന്നതെന്നാണ് പറയുന്നത്. ആ സമയത്ത് മഹിഷാസുരൻ്റെ സേനാനി ചിക്ഷുരൻ എന്ന അസുരനും ചാമരൻ എന്ന അസുരനും
ദേവിയോട് യുദ്ധം ചെയ്ത് തോറ്റു പിന്മാറി. അതുപോലെ ഉദഗ്രാഹ്യൻ എന്ന സേനാനിയും ദേവിയോട് യുദ്ധം ചെയ്യാൻ വന്നു. അതുപോലെ അസുലോമൻ എന്ന മഹാസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു. ബാഷ്കലൻ എന്ന അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു. ഇങ്ങനെ ആയിരക്കണക്കിന് സേനാനികളും ആയിരക്കണക്കിന് കുതിരകളും രഥങ്ങളുമായിട്ട് വന്ന് ദേവിയോട് യുദ്ധം ചെയ്ത് തോറ്റു പിന്മാറിയവർ. പിന്നീട് ബിഡാലൻ എന്ന അസുരൻ ദേവിയോട് യുദ്ധത്തിന് വന്നു. ഇപ്പം ഏതൊക്കെ ആയുധങ്ങളുണ്ടോ അതെല്ലാം കൊണ്ട് ഈ ദുഷ്ടന്മാരെ മുഴുവനും ദേവി തോൽപ്പിച്ചു യുദ്ധത്തിൽ. ആ സമയത്ത് ദേവി ഒറ്റയ്ക്ക് തൻ്റെ അനേക കൈകളെ കൊണ്ട് ആ സേനാനായകന്മാരോട് എല്ലാം യുദ്ധം ചെയ്ത് ജയിച്ചു. അതുപോലെ ദേവിയുടെ വാഹനമായിട്ടുള്ള ആ സിംഹം അതിക്രോധത്തോടുകൂടി ഈ അസുരന്മാരുടെ സൈന്യത്തിൻ്റെ ഇടയിലൂടെ സഞ്ചരിച്ചു. ഏതുപോലെ എന്നാണ് പറയുന്നതെന്നോ, കാട്ടിൽ കാട്ടുതീ സഞ്ചരിക്കുന്നത് പോലെ. അങ്ങനെ ദേവി ഇടയ്ക്കിടെ ശ്വാസം വിടുന്നത്, ആ ശ്വാസത്തിൽ നിന്നും ഓരോരുത്തരെയും കൊല്ലുകയാണ്. ഹും ഹും എന്നുള്ള ഹൂങ്കാര ശബ്ദം കേൾക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് ആകാശത്തു നിന്ന് ദേവന്മാരെല്ലാം ഈ യുദ്ധം കണ്ടുകൊണ്ട് അവർ വാദ്യഘോഷങ്ങൾ മുഴക്കി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നുണ്ട്. അങ്ങനെ ദേവി മഹാസുരന്മാരെ തൻ്റെ ആ ത്രിശൂലം കൊണ്ടും ഗദ കൊണ്ടും തൻ്റെ ശക്തികളെ കൊണ്ടും ആ അസുരന്മാരെ വധിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ അനേകം അസുരന്മാർ വീണു പോവുകയാണ്. ഓരോ അസുരന്മാരെയും ദേവി കൊല്ലുന്നതിനെപ്പറ്റി യുദ്ധത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ദേവിയും അസുരന്മാരുമായിട്ടുള്ള ആ യുദ്ധമാണ് ഈ മധ്യമചരിതത്തിലെ 1-ാം അധ്യായം ക്രമത്തിൽ വരുമ്പോൾ 2-ാം അധ്യായം. ആ സമയത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ദേവിയെ സ്തുതിച്ചു. അങ്ങനെ ദേവി ഒറ്റയ്ക്ക് അനേക കൈകളോടുകൂടി ഈ അസുരന്മാരോട് യുദ്ധം ചെയ്ത് അവരെ എല്ലാം കൊന്നൊടുക്കിയതിനെക്കുറിച്ചാണ് ഈ മധ്യമചരിതം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മധ്യമചരിതം 3-ാം അധ്യായത്തിൽ മഹിഷാസുരനുമായിട്ടുള്ള ആ യുദ്ധവർണ്ണനയാണ് നമ്മൾ ഇനി കേൾക്കാനിരിക്കേണ്ടത്. ഹരി ഓം.